റഷ്യ ഉക്രൈൻ യുദ്ധം നിർത്തലാക്കാൻ ട്രംപ് തീരുമാനിച്ചിരിക്കുന്നതെന്ന്. അങ്ങനെയാണെങ്കിൽ അതിന് തീരെ താല്പര്യമില്ല യൂറോപ്യൻ രാജ്യങ്ങൾക്ക്. അങ്ങനെ വരുമ്പോൾ അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും തമ്മിലൊരു നല്ല നേർക്കുനേരെ ഒരു അടിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കണേ. ഒരു യുദ്ധത്തിനുള്ള സാധ്യത തെളിഞ്ഞു വന്നിട്ടുണ്ട് യൂറോപ്യൻ അല്ലെങ്കിൽ യൂറോപ്പിലെ പല രാജ്യങ്ങളും അല്ലെങ്കിൽ അമേരിക്കയും തമ്മിൽ. അപ്പോൾ അമേരിക്കയും യൂറോപ്പും തമ്മിലുള്ള ബന്ധം വഷളാകുന്നു എന്ന് പറയാം. യുദ്ധം എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഈ പറയുന്നതിനകത്ത് കാര്യമുണ്ട്. ഈ റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നതിലല്ല പ്രശ്നം. ഏകപക്ഷീയമായി അമേരിക്ക അവസാനിപ്പിക്കാൻ നടത്തുന്ന ചില നീക്കങ്ങൾ അത് യൂറോപ്പിലെ ചില രാജ്യങ്ങൾക്ക് അത്ര ഗുണകരമല്ല. അവരോട് ആലോചിക്കാതെ നടത്തുന്നു എന്നുള്ളൊരു സങ്കടം അല്ലെങ്കിൽ അതിനകത്തൊരു ബുദ്ധിമുട്ടൊക്കെ അവർ പ്രകടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ കാലവും അമേരിക്ക പറയുന്നത് പോലെയാണ് യൂറോപ്യൻ രാജ്യങ്ങൾ പ്രവർത്തിച്ചിരുന്നത്. അവർ തമ്മിലൊരു വലിയ ഐക്യമുണ്ടായിരുന്നു. രണ്ടാം ലോക മഹായുദ്ധം ഏതാണ്ട് അവസാനിക്കുന്ന സമയം മുതൽ തന്നെ അമേരിക്ക ഈ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഒരു പ്രൊട്ടക്ഷൻ നൽകി വന്നു. ഇക്കാലം അത്രയും അമേരിക്കയുടെ ഒരു പിന്തുണ അല്ലെങ്കിൽ ഒരു സംരക്ഷണം ഞങ്ങൾക്കുണ്ടെന്ന് യൂറോപ്യൻ യൂണിയൻ തീരുമാനിച്ചിരുന്നു. എന്നാൽ ഇപ്പോഴുണ്ടാകുന്ന സംഭവങ്ങൾ ഈ റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കണമെന്നത് പുട്ടിൻ്റെ ഒരു ആവശ്യമാണ്. കാരണം റഷ്യയിലെ സാമ്പത്തിക നില, അവിടുത്തെ ആയുധങ്ങളുടെ അവസ്ഥ, സൈനികരുടെ എണ്ണത്തിലുണ്ടാകുന്ന കുറവ്, ഇതൊക്കെ തന്നെ കൊണ്ട് ഈ യുദ്ധം അവസാനിപ്പിക്കണം. കാരണം 3 വർഷമായി യുദ്ധം തുടങ്ങിയിട്ട്. ഉക്രൈനും ഏതാണ്ട് സമാന സ്ഥിതിയാണ്. പക്ഷേ ഇവിടെ ഡൊണാൾഡ് ട്രംപ് ഒരു തീരുമാനമെടുക്കുമ്പോൾ അതെപ്പോഴും പുട്ടിന് അനുകൂലമായിട്ടായിരിക്കും. അതായത് ഉക്രൈൻ്റെ 25% സ്ഥലങ്ങൾ നിലവിൽ റഷ്യ പിടിച്ചെടുത്തിട്ടുണ്ട്. കീവ് ഉണ്ട്, അതുപോലെ ക്രീമിയ എന്ന് പറയുന്ന സ്ഥലമുണ്ട്. ഇതെല്ലാം തന്നെ ഇനി റഷ്യയുടെ കൈവശമായിരിക്കും. അപ്പോൾ നഷ്ടപ്പെട്ടു പോയ സ്ഥലങ്ങൾ വെച്ചുകൊണ്ട് ഉക്രൈൻ ഒരു സമാധാനത്തിലേക്ക് പോകും. അതായത് ആ രാജ്യത്തിനെ മുറിച്ചുകൊണ്ട് അങ്ങോട്ട് പോകാനുള്ള അപ്പോൾ നഷ്ടം ഉക്രൈന് തന്നെയാണ്. മാത്രവുമല്ല ഈ യൂറോപ്യൻ യൂണിയനിലുള്ള രാജ്യങ്ങളെ ഈ യുദ്ധത്തിലേക്ക് വലിച്ചഴിച്ചുകൊണ്ട് വന്ന അമേരിക്കയാണ്. അതായത് റഷ്യയും ഉക്രൈനും തമ്മിലൊരു യുദ്ധം തുടങ്ങുമ്പോൾ റഷ്യ ശക്തമായ രാജ്യമാണ്, ആയുധം കൊണ്ട്, സമ്പത്ത് കൊണ്ട്, ആൾബലം കൊണ്ടൊക്കെ. പക്ഷേ ഉക്രൈൻ അത്രത്തോളം ഇല്ല. എന്നിട്ടും ഉക്രൈൻ റഷ്യക്കെതിരെ ആക്രമണം നടത്തണമെങ്കിൽ പിന്തുണ നൽകിയത് മുഴുവൻ അമേരിക്കയാണ്. അമേരിക്ക സമ്പത്ത് നൽകി, ആയുധം നൽകി. അമേരിക്ക പിന്തുണ നൽകുമ്പോൾ സ്വാഭാവികമായും യൂറോപ്പിലെ മറ്റ് രാജ്യങ്ങളും അമേരിക്കയ്ക്കൊപ്പം ഈ ഉക്രൈന് പിന്തുണ നൽകും. അതുകൊണ്ടാണ് യുദ്ധം ഇത്രയും നാൾ മുന്നോട്ട് നീങ്ങിയത്. ഇപ്പോൾ ജോ ബൈഡൻ ഭരണകൂടം മാറി ഡൊണാൾഡ് ട്രംപ് എത്തിയപ്പോഴേക്കും ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നു, ഞാൻ അധികാരം ഏറ്റെടുത്താൽ 24 മണിക്കൂറിനുള്ളിൽ യുദ്ധം അവസാനിപ്പിക്കുമെന്നും. എന്നാൽ ജോ ബൈഡൻ്റെ അവസാന കാലത്ത് ചില പ്രവർത്തനങ്ങൾ, അതായത് ഇൻ്റർകോണ്ടിനെൻ്റൽ ബാലിസ്റ്റിക് മിസൈൽ ഉൾപ്പെടെ ഈ ഉക്രൈന് നൽകിക്കൊണ്ട് അത് റഷ്യക്കെതിരെ പ്രയോഗിക്കാനൊക്കെ പ്രേരിപ്പിച്ചു. റഷ്യക്കെതിരെ അറ്റാക്ക് ചെയ്തു, റഷ്യ തിരിച്ചടിക്കുകയൊക്കെ ചെയ്തു. അതുകൊണ്ടാണ് ഈ കോംപ്രമൈസ് കുറച്ച് നീണ്ടുപോയത്. ഒടുവിൽ ഡൊണാൾഡ് ട്രംപ് ഒരു തീരുമാനം എടുക്കുന്നു, എന്തായാലും ഇവർ തമ്മിൽ ഒരു ചർച്ചയ്ക്ക് വിളിച്ച് ഈ പ്രശ്നം തീർക്കാം. അപ്പോൾ ഈ പ്രശ്നം തീർക്കാനായിട്ട് സൗദി അറേബ്യയിൽ വെച്ചാണ് ചർച്ച നടത്താനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. ഈ ചർച്ചയിൽ പക്ഷേ ഉക്രൈൻ ഇല്ല. അപ്പോൾ റഷ്യയും അമേരിക്കയും നേരിട്ട് ചർച്ച നടത്തുന്നു. റഷ്യ പിടിച്ചെടുത്ത സ്ഥലങ്ങളെല്ലാം അവർക്ക് ഉക്രൈൻ ബാക്കിയുള്ളതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യണം. ഇതിന് മറ്റൊരു കാരണം കൊണ്ടുണ്ട്. ഉക്രൈൻ എന്ന് പറയുന്നത് ധാതു പദാർത്ഥങ്ങൾ, ഈ മിനറൽസ് എന്നൊക്കെ പറഞ്ഞില്ലേ, ഉക്രൈൻ്റെ പ്രധാനമന്ത്രിയെ സമ്മതിക്കുമോ? അതാണ് ഇവിടെ പ്രശ്നം. അതായത് ഇവിടുത്തെ ധാതു ലവണങ്ങൾ, മിനറൽസ് എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് അമേരിക്ക നടത്താൻ സാധ്യതയുള്ള, കാരണം അത് വെച്ച് കൂടുതൽ ബിസിനസ്സൊക്കെ ചെയ്യാം. അങ്ങനെയുള്ള സ്ഥലത്തേക്ക് അമേരിക്ക തങ്ങളുടെ സൈന്യത്തെ പോലും അയക്കാനായിട്ട് തീരുമാനിക്കുന്നു. അതായത് ഉക്രൈൻ്റെ പ്രസിഡൻ്റായിട്ടുള്ള വ്ളാഡിമിർ സെലൻസ്കി ഇതിനോട് യോജിക്കുന്നില്ല. പക്ഷേ വ്ളാഡിമിർ സെലൻസ്കിയെ ട്രംപിൻ്റെ ചില കാര്യങ്ങൾ പറയുമ്പോൾ കേട്ടേ പറ്റൂ. കാരണം അമേരിക്ക അത്രയും വലിയ രാജ്യമാണ്. അപ്പോൾ റഷ്യയുടെ അടുത്ത് നിങ്ങൾ കോംപ്രമൈസിന് പോകണം, നിങ്ങൾ ഒരു കാരണവശാലും റഷ്യക്കെതിരെ യുദ്ധം ചെയ്യാൻ പാടില്ല, നിങ്ങൾ ചെറിയ രാജ്യമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് സെലൻസ്കിയെ കുറ്റപ്പെടുത്തി. അപ്പോൾ സെലൻസ്കി മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ എപ്പോഴും അമേരിക്കയുടെ കൂടെ നിൽക്കുമെന്ന് പറയുന്ന രാജ്യം ബ്രിട്ടനാണ്. ഈ ബ്രിട്ടൻ തന്നെ പറയുന്നു, ഇത്തരത്തിൽ ഏകപക്ഷീയമായ നിലപാട് സ്വീകരിക്കുന്നതിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. ഈ നാറ്റോ രാജ്യങ്ങളും അമേരിക്കയും തമ്മിൽ ഒരു നല്ല ധാരണയായിരുന്നല്ലോ. പക്ഷെ അതിൽ നിന്നും ഇപ്പോൾ ഒരു രണ്ട് ചേരിയിലേക്ക് പോകുന്ന രീതിയാണ് തോന്നുന്നത്. അപ്പോൾ ഈ നാറ്റോ അതെന്താ അങ്ങനെ ഒരു, അതായത് ശരിക്കും ഈ നാറ്റോ സഖ്യം രൂപീകരിക്കുന്നതെന്ന് പറഞ്ഞാൽ USSR എന്ന് പറയുന്ന വലിയ സാമ്രാജ്യ ഭീമൻ, അതായത് ഈ റഷ്യയുടെ പൂർവ്വരൂപം, ആ USSR ഏതെങ്കിലും തരത്തിൽ യൂറോപ്യൻ രാജ്യങ്ങളെ ആക്രമിച്ചാൽ അതിനെ പ്രതിരോധിക്കുക എന്ന ലക്ഷ്യത്തോടെ കുറേ രാജ്യങ്ങൾ ചേർന്നിട്ട് ഒരു സഖ്യം ഉണ്ടാക്കുന്നു. അങ്ങനെയാണ് നാറ്റോ സഖ്യം രൂപപ്പെടുന്നത്. നാറ്റോ സഖ്യം രൂപപ്പെട്ടാൽ ഏതെങ്കിലും ഒരു രാജ്യത്തെ, ആ സഖ്യത്തിലുള്ള രാജ്യത്തെ ഇപ്പോൾ ഏതെങ്കിലും മറ്റൊരു രാജ്യം ആക്രമിക്കാൻ ശ്രമിച്ചാൽ ഈ നാറ്റോയിലുള്ള മുഴുവൻ രാജ്യങ്ങളും ഒന്നിച്ച് നിന്ന് അവരെ എതിർക്കും, അറ്റാക്ക് ചെയ്യും. ഇതാണ് നാറ്റോയുടെ പ്രത്യേകത. അപ്പോൾ നാറ്റോയ്ക്ക് എപ്പോഴും പ്രൊട്ടക്ഷൻ നൽകിയത് അമേരിക്കയായിരുന്നു. അമേരിക്കയാണ് പറയുന്നത്, ഈ നാറ്റോയിലെ എല്ലാ അംഗരാജ്യങ്ങളും അവരുടെ വരുമാനത്തിൻ്റെ നിശ്ചിത തുക ഈ നാറ്റോ സഖ്യത്തിന് വേണ്ടി നമ്മൾ മാറ്റിവെക്കണം, ആയുധം വാങ്ങാനോ അല്ലെ പ്രതിരോധ ആവശ്യത്തിനോ ഒക്കെ മാറ്റിവെക്കണം. പക്ഷേ അമേരിക്ക ഒഴിച്ച് മറ്റൊരു രാജ്യം ഇത് ചെയ്യില്ല. അപ്പം നാറ്റോ സഖ്യം ഉണ്ട് എന്നൊക്കെ പറയുമെങ്കിലും അതിന് മുമ്പിൽ നിൽക്കുന്ന അമേരിക്ക മാത്രമാണ് പണം ചെലവഴിക്കുന്നത്, ആയുധങ്ങൾ വിട്ടു നൽകുന്നത്, എല്ലാ കാര്യവും അത് അമേരിക്ക ചെയ്യുന്നു. ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റതിന് ശേഷം പറഞ്ഞു, ഇനി അമേരിക്കൻ ജനതയുടെ ടാക്സ് എടുത്ത് നാറ്റോയെ തീറ്റിപ്പോറ്റേണ്ട കാര്യം ഞങ്ങൾക്കില്ല, മാത്രമല്ല നാറ്റോയെ പിരിച്ചുവിടുന്നതിനെക്കുറിച്ച് ആലോചിക്കും.
ആലോചിക്കുന്നു. അപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങൾ, നാറ്റോ, ഇതിനകത്ത് എല്ലാ സഖ്യരാജ്യങ്ങളെല്ലാം തമ്മിൽ വലിയ ആശയക്കുഴപ്പത്തിലാണ്. ഇയാൾ ഈ പറയുന്നത് ശരിയല്ല, ഡൊണാൾഡ് ട്രംപിനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അങ്ങനെയാണ് ഈ അമേരിക്കയ്ക്കെതിരെ ആദ്യമായി പ്രത്യക്ഷ നിലപാട് സ്വീകരിക്കുന്ന ഫ്രാൻസാണ്. ഫ്രഞ്ച് പ്രസിഡന്റായ ഇമാനുവൽ മാക്രോൺ പറഞ്ഞു, എല്ലാ കാര്യങ്ങൾക്കും യൂറോപ്പ് അമേരിക്കയെ അമിതമായി ആശ്രയിക്കുന്നു. ഇത് തെറ്റാണ്, അങ്ങനെ ആശ്രയിക്കേണ്ട കാര്യമില്ല, നമുക്ക് സ്വന്തം കാലിലൊക്കെ നിൽക്കണമെന്ന് പറയുന്നു. ഈ ഇമാനുവൽ മാക്രോണിൻ്റെ ഈ നിലപാടിനോട് യൂറോപ്യൻ രാജ്യങ്ങളിലെ മറ്റ് ചില സഖ്യകക്ഷികളുമൊക്കെ ചേരുകയാണ്. ഇപ്പോൾ UK, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എല്ലായ്പ്പോഴും അമേരിക്കയുടെ കൂടെ നിൽക്കുന്ന UK പരസ്യമായി പറയുകയാണ്, വേണമെങ്കിൽ ഉക്രൈനെ സംരക്ഷിക്കാൻ UK-യിൽ നിന്ന് ആർമിയെ ഞാൻ അങ്ങോട്ട് അയക്കും. അതായത് സ്റ്റാമർ എന്ന് പറയുന്ന പ്രധാനമന്ത്രി അങ്ങനെ പറഞ്ഞത് ശരിക്കും ഡൊണാൾഡ് ട്രംപിനെ ഞെട്ടിച്ചു. ഇതിൻ്റെ കാരണം ഡൊണാൾഡ് ട്രംപും അദ്ദേഹത്തിൻ്റെ വലം കൈയായി ഇപ്പോൾ അറിയപ്പെടുന്ന ഇലോൺ മസ്കും പല കാര്യങ്ങളിലും യൂറോപ്പിന് മേൽ ഇടപെടുന്നുണ്ട്. എന്തിനാണ് എല്ലാ കാര്യങ്ങളിലും മസ്ക് ഇങ്ങനെ ഇടപെടുന്നത്? അതിൻ്റെ ആവശ്യമില്ല എന്നാണ് ഇവരുടെ ഒരു നിലപാട്. മാത്രമല്ല, അവരുടെ വ്യാപാര മേഖലയ്ക്ക് ഇപ്പോൾ യൂറോപ്പിലെ രാജ്യങ്ങൾക്ക് മേൽ 25% മുതൽ 30 മുതൽ 50% വരെയൊക്കെ തീരുവ കൂട്ടാൻ തീരുമാനിച്ചു. എന്ന് വെച്ചാൽ ടാക്സ് കൂട്ടുന്നു. അങ്ങനെ വന്നാൽ യൂറോപ്പിലെ രാജ്യങ്ങളുടെ സാമ്പത്തിക നില ആകെ തകരും. ഇത് അവർക്ക് വലിയ പ്രതിസന്ധിയാണ്. അതുകൊണ്ട് തന്നെ ഫ്രാൻസ് പറയുകയാണ്, നമുക്കെല്ലാം കൂടി ഒരു യോഗം ചേരാം. എന്താണ് ഇവർ നടത്താൻ പോകുന്നത്? അങ്ങനെ ഫ്രാൻസിൽ ഇവരെല്ലാം കൂടെ എലിസി കൊട്ടാരത്തിലൊരു യോഗം ചേർന്നു. ആ യോഗത്തിൽ പങ്കെടുക്കാനായിട്ട് ഇറ്റാലിയൻ പ്രധാനമന്ത്രിയായ ജോർജിയോ മെലനി അവർ അവിടെ എത്തിയിരുന്നു. പിന്നെ ജർമ്മനിയുടെ നമ്മൾ പ്രസിഡന്റ് എന്ന് പറയും, അവരുടെ ചാൻസലർ എന്ന് പറയുന്നത് ചാൻസലർ എന്ന് പറയുന്ന ഒലാഫ് ഷോൾസ് എത്തി. അതുപോലെ തന്നെ പോളണ്ടിൻ്റെ പ്രധാനമന്ത്രി ഡൊണാൾഡ് ടസ്ക് എത്തി. ഇത്തരത്തിൽ ലോകത്തെ പ്രധാന നേതാക്കളൊക്കെ എത്തുന്നു. അതുപോലെ തന്നെ നേരത്തെ ഞാൻ പറഞ്ഞ സ്റ്റാമർ, അവരെല്ലാം കൂടി ആലോചിക്കുന്നു. എന്നിട്ട് ആലോചിച്ചിട്ട് പറയുകയാണ്, നമ്മൾ എന്തായാലും ഒന്നിച്ച് നിൽക്കണം. ഇത്രയും നാൾ യൂറോപ്യൻ യൂണിയൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് രാജ്യങ്ങളുടെ സഖ്യമാണ്. പക്ഷേ ഇവരൊരു രാജ്യം പോലെ നിൽക്കുന്നത്. ഏതെങ്കിലും ഒരു രാജ്യത്തിന് പ്രശ്നം വന്നാൽ ഇവർ കയറി ഇടപെടും. പക്ഷേ ഇവിടെ ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്ന ഏകപക്ഷീയമായി തീരുമാനമെടുക്കുന്നു. ഞാൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു അല്ലെങ്കിൽ മീഡിയേറ്ററായിട്ട് നിന്നുകൊണ്ട് റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ പോകുന്നു. ഈ യുദ്ധം അവസാനിക്കാൻ പോകുമ്പോൾ യൂറോപ്പിലെ രാജ്യങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് ആവശ്യമില്ല. അപ്പോൾ യുദ്ധം തുടങ്ങി വെച്ചപ്പോൾ സഹായവുമായിട്ട് യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ ചെന്നു. അപ്പോൾ യുദ്ധം ഏതാണ്ട് പകുതി വഴി എത്തിയപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങൾ പറയുകയാണ്, ഞങ്ങൾ യുദ്ധം നിർത്താൻ പോവാണ്. അപ്പോൾ അമേരിക്കയ്ക്ക് സൗകര്യമുള്ള പോലെ ഒരു കാര്യം പറയുന്നു, പിന്നീട് അത് അവർ നിർത്തുന്നു. അത് ഇവർക്ക് താങ്ങാൻ പറ്റുന്നില്ല. അപ്പോൾ അമേരിക്കയുടെ ഈ റഷ്യയിലെയും ഉക്രൈനിലെയും പ്രതിനിധിയുണ്ട്. അദ്ദേഹം പറഞ്ഞു, യൂറോപ്യൻ രാജ്യങ്ങളെ ഒരു മേശയ്ക്ക് ചുറ്റും ഇരുത്തി ഈ പ്രശ്നം പരിഹരിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല, ഞങ്ങൾ ഇതൊക്കെ പരിഹരിച്ചോളാം, ഞങ്ങളെല്ലാം ചെയ്തോളാം. ഇത് യൂറോപ്യൻ യൂണിയന് വലിയ അടിയായിപ്പോയി. കാരണം ഇത്രയും നാൾ അവരെ വിശ്വസിച്ച് കഴിഞ്ഞിരുന്ന നമ്മൾക്ക് ഈ ട്രംപും മസ്കും കൂടെ വന്നപ്പോൾ പല നിലപാടുകൾ എടുക്കുന്നു. യൂറോപ്യൻ രാജ്യങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റില്ല. ഇപ്പോൾ അംഗീകരിച്ചാലുള്ള പ്രശ്നം എന്താ അറിയാം? ഇപ്പം റഷ്യ യൂറോപ്യൻ യൂണിയനെ ആക്രമിക്കും അല്ലെങ്കിൽ യൂറോപ്പിനെ ആക്രമിക്കും എന്ന് പറഞ്ഞിട്ടാണ് ഇവർ നാറ്റോ സഖ്യം ഉണ്ടാക്കിയത്. ഇതുപോലെ തന്നെ നാളെ മറ്റേതെങ്കിലും യൂറോപ്പിലെ രാജ്യത്തെ റഷ്യ ആക്രമിക്കാൻ വരാമല്ലോ. അന്നേരം ട്രംപ് ഒന്നിച്ച് പറയും, നിങ്ങൾ അവരെ ആക്രമിക്കരുത്, നമുക്കൊരു കോംപ്രമൈസിൽ പോകാമെന്നൊക്കെ പറഞ്ഞാൽ. അപ്പോൾ അമേരിക്കയുടെ നിലപാട് യൂറോപ്യൻ നിലപാടിനും അല്ലെങ്കിൽ നാറ്റോയുടെ നിലപാടിനുമൊക്കെ വിരുദ്ധമായി പോകുന്നു. ഒരു എതിർചേരി അവിടെ സൃഷ്ടിക്കപ്പെടുകയാണ്. ഇത്രയും നാൾ ഞങ്ങളെ സംരക്ഷിച്ചു, ഇത്രയും നാൾ ഞങ്ങളുടെ കൂടെ നിൽക്കുന്നു എന്നൊക്കെ കരുതിയിരുന്ന ഒരു രാജ്യം പെട്ടെന്ന് നിലപാട് മാറി, പെട്ടെന്ന് ചുവട് മാറി. ഇത് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് അവർ പറയുകയാണ്, നമ്മൾ വേണമെങ്കിൽ ഉക്രൈനെ സഹായിക്കാം. അപ്പോൾ സെലൻസ്കിക്ക് ഇത് ആവശ്യമുണ്ട്. സെലൻസ്കി ഈ കോംപ്രമൈസ് ചർച്ചയിൽ പങ്കെടുക്കാനായിട്ട് സൗദി അറേബ്യയിലെ റിയാദിലേക്ക് പോകുന്നുണ്ട്. അതിനു മുമ്പായിട്ട് അദ്ദേഹം UAE-യിൽ ചെന്നു. UAE-യിൽ ചെന്നിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, ഞങ്ങളുടെ കൂടെയൊക്കെ നിൽക്കണമെന്ന് സഹായിക്കണം എന്നുള്ള രീതിയിൽ സെലൻസ്കി പറഞ്ഞു. അദ്ദേഹം ഒരുപക്ഷെ എന്താ പറയുന്നത്, യാതൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു നിസ്സഹായാവസ്ഥയിലാണ്. ട്രംപ് മുമ്പിൽ നിൽക്കുന്നു, പുട്ടിനാണ് അപ്പുറത്ത് നിൽക്കുന്നത്. ഇവർ കൂടി ചേർന്ന് കഴിഞ്ഞാൽ യൂറോപ്യൻ യൂണിയനെ പോലും തള്ളി പറയുന്നു. അതുകൊണ്ട് ഇനി യൂറോപ്യൻ യൂണിയൻ എല്ലാം കൂടെ ചേർന്നിട്ട് വേണമെങ്കിൽ അമേരിക്കയെ തള്ളി പറയാം. ഇത്രയും നാൾ അമേരിക്കയുടെ കൂടെ നിന്ന UK പോലും അമേരിക്കയിൽ നിന്ന് അകലുന്നു. അപ്പം ഈ യൂറോപ്യൻ യൂണിയനിലെ രാജ്യങ്ങളൊക്കെ പ്രധാനമായിട്ടും അവിടെ ചർച്ച ചെയ്തെന്ന് ഞാൻ പറഞ്ഞില്ല. ഈ ചർച്ചയിൽ പങ്കെടുത്ത UK പങ്കെടുത്തു, ജർമ്മനി, ഇറ്റലി, ഡെൻമാർക്ക്, ഫ്രാൻസ്, സ്പെയിന്. അപ്പോൾ ഇത്രയും രാജ്യങ്ങളൊക്കെ ഒരുമിച്ച് പങ്കെടുക്കുന്നു. അപ്പോൾ ലോകത്തെ വൻകിട രാജ്യങ്ങളാണ്, യൂറോപ്പിൻ്റെ ശക്തികളാണ്. മാത്രമല്ല ഇതിനെല്ലാം നേതൃത്വം കൊടുക്കുന്ന ഇമാനുവൽ മാക്രോണാണ്. അപ്പോൾ ഇമാനുവൽ മാക്രോൺ ഇത്തരം തീരുമാനം എടുക്കുന്നത് ഇന്ത്യയുമായിട്ട് ഫ്രാൻസിനും കുറച്ച് നയതന്ത്ര പരിപാടിയൊക്കെ ഉണ്ട്. ഇപ്പം നമുക്കറിയാലോ, ഇന്ത്യയിലേക്ക് കുറേ കുടിയേറ്റക്കാരെയൊക്കെ കയറ്റിവിടുന്നുണ്ട്. അപ്പോൾ ട്രംപിനെതിരെ ഇന്ത്യയിൽ ഒരു വികാരം ഉണരുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ യൂറോപ്പിലെ കുറേ രാജ്യങ്ങൾ, ഇന്ത്യ ഉൾപ്പെടെയുള്ള ഏഷ്യൻ മേഖലയിലെ കുറേ രാജ്യങ്ങളെയൊക്കെ ചേർത്ത് അമേരിക്കയ്ക്കെതിരായ ഒരു നിലപാട് സ്വീകരിക്കാൻ അവർ തീരുമാനിക്കുന്നു എന്നതിൻ്റെ സൂചനകളാണ് പുറത്തു വരുന്നത്. അങ്ങനെ സംഭവിച്ചാൽ ഒരുപക്ഷെ ബബിത നേരത്തെ പറഞ്ഞതുപോലെ യൂറോപ്പിലെ രാജ്യങ്ങളും അമേരിക്കയും തമ്മിൽ ഒരുപക്ഷെ ഏറ്റുമുട്ടൽ അല്ലേ, അങ്ങനെ ഒരു സാധ്യതയുണ്ട്. നമുക്ക് തള്ളിക്കളയാനൊന്നും പറ്റത്തില്ല. അപ്പം
യൂറോപ്പിന് പങ്കാളിത്തമില്ലാതെ ഈ റഷ്യ ഉക്രൈൻ യുദ്ധത്തിന് ശാശ്വതമായ ഒരു പരിഹാരമില്ല എന്നാണ് ഇന്നലെ അവർ നടത്തിയ യോഗത്തിലൂടെ എടുത്ത തീരുമാനം. മാത്രമല്ല, ഒറ്റയ്ക്കൊരു തീരുമാനവുമായിട്ട് അമേരിക്ക മുന്നോട്ട് പോവുകയാണെങ്കിൽ ഞങ്ങൾ അതിനോട് യോജിക്കില്ല എന്ന് പറഞ്ഞാൽ ഉക്രൈന് പരോക്ഷമായിട്ടെങ്കിലും ഞങ്ങളൊരു പിന്തുണ നൽകും. അത് പിന്നീട് വലിയ യുദ്ധത്തിലേക്ക് എത്തിച്ചേരും. ഇന്ന് US-ഉം റഷ്യയും തമ്മിൽ ഈ പ്രശ്നം തീർക്കാനായിട്ട് സൗദിയിൽ കൂടിക്കാഴ്ച നടത്തുകയാണ്. അപ്പോൾ US-ൻ്റെ നയതന്ത്ര പ്രതിനിധികൾ, റഷ്യയുടെ പ്രതിനിധികളൊക്കെ നേരത്തെ വന്നിരുന്നു. ഇനി ട്രംപ് അവിടേക്ക് വരുന്നു. ട്രംപും പുടിനും കൂടെ വന്നിട്ട് പറയുകയാണ്, ഇതുവരെ റഷ്യ പിടിച്ചെടുത്ത സ്ഥലങ്ങൾ മുഴുവൻ റഷ്യയ്ക്ക്, ഉക്രൈൻ നഷ്ടപ്പെട്ട ഏതാണ്ട് 25% സ്ഥലങ്ങൾ അവർ ആ നഷ്ടം സഹിച്ചോണം, എന്നിട്ട് അവർ യുദ്ധത്തിൽ നിന്ന് പിന്മാറണം. അപ്പോൾ ഏകപക്ഷീയമായല്ലേ തീരുമാനം. അപ്പോൾ എന്തുകൊണ്ടാണ് യൂറോപ്പിലെ രാജ്യങ്ങളെ ഇങ്ങനെ തള്ളിക്കളയുന്നത്? അത് മസ്കിൻ്റെ, ട്രംപിൻ്റെ ചില നിലപാടുകളാണ്. അപ്പോൾ കഴിഞ്ഞ ഏതാണ്ട് യുദ്ധം തുടങ്ങിയ 3 വർഷങ്ങൾക്ക് മുമ്പ് ട്രംപ് എന്ത് പറയുന്നു അത് അതുപോലെ US കേൾക്കുമായിരുന്നു. ഇപ്പം നിലപാട് മാറ്റി. അപ്പോൾ അമേരിക്ക എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും ഒരേ നിലപാടല്ല സ്വീകരിക്കുന്നത്. ട്രംപിന്റെ പൊതുവെ ഉദ്ദേശിക്കുന്നത് രാജ്യവിസ്തൃതികൾ, അതിപ്പോ ലോകത്തിന്റെ എവിടെയുള്ള രാജ്യങ്ങളിലും വിസ്തൃതി കൂട്ടുക, എന്നിട്ട് യുദ്ധം കുറയ്ക്കുക. അതെ, വിസ്തൃതി ആയി കഴിയുമ്പോഴത്തേക്കും അതാണ് ട്രംപ് ഉദ്ദേശിച്ചത്. അപ്പോൾ ട്രംപ് പറയുന്നത്, ഇപ്പം ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്നപ്പോൾ ഏതാണ്ട് 2016 അന്ന് അധികാരത്തിൽ വന്ന സമയത്ത് ഈ ട്രംപ് ലോക രാജ്യങ്ങൾക്ക് നൽകുന്ന സഹായമൊക്കെ വെട്ടിക്കുറയ്ക്കും. എന്നിട്ട് അവരുമായിട്ട് ഒരു ഒരു സ്പർദ്ധ ഉണ്ടാക്കും. പിന്നീട് ജോ ബൈഡൻ വരും, അതായത് ഡെമോക്രാറ്റിൻ്റെ സ്ഥാനാർത്ഥി പ്രസിഡന്റ് ആയി കഴിഞ്ഞാൽ ഈ പ്രശ്നമൊക്കെ ഉണക്കും. എന്നിട്ട് ബൈഡൻ എല്ലാവരുമായിട്ട് യോജിച്ചു. ഇപ്പോൾ വീണ്ടും ട്രംപ് വന്നു. ട്രംപ് വീണ്ടും അവർക്കുള്ള എയ്ഡൊക്കെ വെട്ടിക്കുറയ്ക്കുക. നമുക്കറിയില്ല, US എയ്ഡൊക്കെ വെട്ടിക്കുറച്ച്. അപ്പോൾ ഇവർ ഇത്തരത്തിലുള്ള നിലപാടെടുക്കുന്നു. അപ്പോൾ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വരുമ്പോൾ, അല്ലെങ്കിൽ ഈ റിപ്പബ്ലിക്കൻ പാർട്ടി അധികാരത്തിൽ വരുമ്പോൾ, യൂറോപ്പിനോടുള്ള നിലപാടിൽ അമേരിക്ക ഒരുപാട് വ്യത്യാസങ്ങൾ വരുത്തുന്നു. അത് യൂറോപ്യൻ യൂണിയൻ അംഗീകരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ യൂറോപ്യൻ യൂണിയനും നാറ്റോയിലെ സഖ്യരാജ്യങ്ങളും എല്ലാം തന്നെ ഏതാണ്ട് അമേരിക്കയ്ക്കെതിരായ ഒരു നിലപാട് സ്വീകരിക്കുന്നു. വേണമെങ്കിൽ ഒരു ഏറ്റുമുട്ടലിൻ്റെ പാതയിലേക്ക് പോകാം. മാത്രമല്ല, ഉക്രൈനിലേക്ക് അമേരിക്ക കടന്നു കയറാനുള്ള ഒരു നീക്കം നടത്തും. കാരണം ഈ യുദ്ധം അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ ഉക്രൈനിൽ എവിടേക്ക് അമേരിക്കൻ ആർമി നിലകൊള്ളുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉക്രൈനിൽ ഒരുപാട് ധാതു സമ്പത്തുണ്ട്. അവിടേക്ക് അമേരിക്കയിലെ വൻകിട കമ്പനികൾക്ക് ഇൻവെസ്റ്റ് നടത്താൻ താല്പര്യമുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം കമ്പനികളെ അമേരിക്ക അങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. അതിൽ യൂറോപ്പിൻ്റെ ഇടപെടൽ ഉണ്ടാകരുത്. അതുകൊണ്ടാണ് ഈ കോംപ്രമൈസ് മീറ്റിങ്ങിൽ യൂറോപ്യൻ രാജ്യങ്ങളെ ഉൾപ്പെടുത്താത്തത്. അപ്പോൾ ട്രംപിൻ്റെ ഈ റഷ്യ ഉക്രൈൻ മീഡിയേറ്റർ എന്ന് പറയുന്ന ആ പ്രതിനിധി പോലും പറയുന്നു, യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഈ ചർച്ചയിൽ പ്രത്യേകിച്ച് പ്രാധാന്യമൊന്നുമില്ല. ഇതിനകത്ത് എങ്ങനെ പരിഹരിക്കപ്പെട്ടാലും അത് യൂറോപ്യൻ യൂണിയൻ്റെ പങ്കുകൊണ്ടല്ല. അപ്പോൾ അവരെ ഒറ്റപ്പെടുത്തുന്ന ഒരു നിലയിലേക്ക് അത് മാറുകയാണ്. അപ്പം ഇൻ്റർനാഷണൽ ഓർഗനൈസേഷനൊക്കെ നൽകുന്ന ഫണ്ട് എപ്പോൾ വേണമെങ്കിലും ഈ ട്രംപ് ഭരണകൂടം വെട്ടിക്കുറയ്ക്കാം. അതുപോലെ തന്നെ ട്രേഡുമായി ബന്ധപ്പെട്ട് താരിഫ് കൂട്ടി അമേരിക്കയെ രക്ഷിക്കാം. ഇപ്പം മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്നൊക്കെ പദ്ധതിയുമായിട്ട് ട്രംപ് വരുന്നതുമായി ബന്ധപ്പെട്ട് പല പദ്ധതികൾ നടപ്പാക്കുന്നു. യൂറോപ്യൻ യൂണിയനെ ഒറ്റപ്പെടുത്തുന്നു. അപ്പോൾ യൂറോപ്യൻ യൂണിയൻ തന്നെ വേണമെന്ന് അമേരിക്കയ്ക്ക് താല്പര്യമില്ല, നാറ്റോ സഖ്യം വേണമെന്ന് താല്പര്യമില്ല. അങ്ങനെയൊക്കെ എടുക്കുന്ന നിലപാടുകളായതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യങ്ങളുടെ പ്രതിരോധത്തിന്, സംരക്ഷണത്തിന് ഒരു പുതിയ കൂട്ടായ്മ വേണമെന്ന് യൂറോപ്പിലെ രാജ്യങ്ങളെല്ലാം കൂടെ തീരുമാനിക്കുകയാണ്. അങ്ങനെ തീരുമാനിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അമേരിക്കയ്ക്കെതിരായിട്ട് യൂറോപ്പിലെ രാജ്യങ്ങൾ നിലകൊള്ളുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ ബബിത പറഞ്ഞതുപോലെ ഇനി യൂറോപ്പിലെ രാജ്യങ്ങളും അമേരിക്കയും തമ്മിൽ ഒരു യുദ്ധത്തിലേക്ക് ഏർപ്പെട്ടാൽ പോലും തെറ്റ് പറയാൻ പറ്റില്ല. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം അടുത്ത ആഴ്ച ജർമ്മനിയിൽ ഇലക്ഷൻ വരാൻ പോവാണ്. ഈ ജർമ്മനിയിൽ ഇലക്ഷൻ വരുമ്പോൾ ഈ ഒലാഫ് ഷോൾസിൻ്റെ സഖ്യമാണോ ഭരണത്തിലേക്ക് വരിക നമുക്കറിയില്ല. മാത്രമല്ല, ഇമ്മാനുവൽ മാക്രോൺ എപ്പോഴും അമേരിക്കയ്ക്കെതിരായിട്ട് നിലപാട് സ്വീകരിക്കും. എല്ലായ്പ്പോഴും അമേരിക്കയുടെ ഒരു സഖ്യരാജ്യം പോലെ പ്രവർത്തിക്കുന്ന UK പ്രസിഡന്റ് സ്റ്റാമർ പറയുകയാണ്, അത്യാവശ്യമാണെങ്കിൽ ബ്രിട്ടീഷ് സൈന്യത്തെ ഞാൻ ഉക്രൈനിലേക്ക് അയക്കും. അപ്പോൾ എല്ലായിടത്തുനിന്നും പ്രശ്നമായി. തൊട്ടടുത്തുള്ള അതിർത്തി രാജ്യമായ പോളണ്ടിൻ്റെ പ്രധാനമന്ത്രി വന്നിച്ച് പറയുന്നു, ഞങ്ങളും കൂടെ നിൽക്കാമെന്ന് പറയുന്നു. അങ്ങനെ ജർമ്മനിയും ഇറ്റലിയും ഡെൻമാർക്കും ഫ്രാൻസും സ്പെയിനും എല്ലാം കൂടെ അമേരിക്കയ്ക്കെതിരായിട്ടൊരു നിലപാട്. അപ്പോൾ ലോകത്തെ ജിയോ പൊളിറ്റിക്സ് എടുത്തു കഴിഞ്ഞാൽ വലിയ മാറ്റങ്ങൾക്ക്, വലിയ കൂടിച്ചേരലുകൾക്കൊക്കെ വഴിയൊരുക്കുന്നു. ഇനി അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും തമ്മിൽ എങ്ങനെ മുന്നോട്ട് പോകുന്നുള്ളത് കാത്തിരുന്ന് കാണണം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.